ഹായ്, നന്ദികാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓട്ടോറിക്ഷ കയറി പോവുകയാണ്. നന്ദുട്ടിയും കുഞ്ഞാമയും അമ്മയൊക്കെ ആയിട്ട് ഓട്ടോറിക്ഷ കയറി പോവുകയാണ്. എവിടെ പോകണമെന്നറിയാമോ? ഒരു ചെറിയ പർച്ചേസിംഗ് ആണ് കേട്ടോ. അടുത്ത ദിവസം തന്നെ ഒരു കല്യാണമുണ്ട് നന്ദുട്ടിയുടെ കൊച്ചച്ചയുടെ. അപ്പോൾ നന്ദുട്ടിക്കും കുഞ്ഞാവയ്ക്കും അച്ഛയ്ക്കും അമ്മയ്ക്കും ഒക്കെ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഓട്ടോറിക്ഷ കയറി ചെന്നിറങ്ങിയത് വൈക്കം KSRTC സ്റ്റാൻഡിലാണ്. അവിടെ നിന്ന് ബസ് കയറി വേണം പോകാൻ. എറണാകുളത്താണ് പോയി ഡ്രസ്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് കുഞ്ഞാവയും നന്ദുട്ടിയൊക്കെ ആയിട്ട് ബസ്സിൽ കയറി ചെന്ന് പകുതി ചെന്നിറങ്ങുമ്പോഴേക്കും അവിടെ നന്ദുട്ടിയുടെ അച്ഛ കാറെ കൊണ്ടുപോകാനായിട്ട് വരും. അങ്ങനെ KSRTC ബസ്സിൽ കയറി ഇങ്ങനെ പോവുകയാണ്. നന്ദുട്ടിക്ക് വലിയ ഇഷ്ടമാണ് KSRTC ബസ്സിൽ യാത്ര ചെയ്യാനായിട്ട്. നല്ല ഹൈറ്റ് ഉണ്ട്, അവൾക്ക് നല്ലതായിട്ട് കാഴ്ചയൊക്കെ കാണാം. സൂര്യനൊക്കെ അടിച്ച് വരുന്ന കാഴ്ച കണ്ടു, എന്ത് ഭംഗിയല്ലേ. അപ്പം അങ്ങനെ പോവുകയാണ്. ചെറിയ ചാറ്റൽ മഴ, തണുപ്പ്, നല്ല സുഖം. അവളിങ്ങനെ ആസ്വദിക്കുകയാണ് കാഴ്ച കണ്ട്. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴേക്കും ഇറങ്ങേണ്ട സ്ഥലമായി. അവിടെ ഇറങ്ങി നിന്നപ്പോഴേക്കും നന്ദുട്ടിയുടെ അച്ഛതേ കാറുമായിട്ട് വന്നല്ലോ. അങ്ങനെ കാറെ കയറാൻ വേണ്ടി അവൾ കിടന്ന് കൈയൊക്കെ കാണിച്ച് കാറെ കയറാൻ വേണ്ടി പോവാണ്. കാറെ കയറി ഇരുന്നപ്പോൾ ചെറുക്കനാകെ അത്ഭുതം. കാരണം ബസ്സിൽ ഇരുന്ന് ഉറങ്ങി എന്നിട്ട് അവൻ നേരെ കണ്ണ് തുറന്നത് കാറായിരുന്നു. അപ്പോൾ അവനിങ്ങനെ ആകെ അങ്കലപ്പിലിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കേണ്ട സ്ഥലത്ത് ഇങ്ങനെ തപ്പി നടക്കുക. കടകൾ ഇഷ്ടം പോലെ, എവിടെ കയറുമെന്ന് അറിയാണ്ട്. നമുക്കതിനെ എവിടെ നിന്ന് വന്ന് പരിചയവും ഇല്ല. അങ്ങനെ ഓരോ കട നോക്കി കാറ് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യം നോക്കി ഒരു കടയിൽ കയറി. അങ്ങനെ കാറൊക്കെ അങ്ങോട്ടേക്ക് പാർക്ക് ചെയ്ത് നന്ദു അച്ഛയും കൂടെ കടയുടെ അകത്തോട്ട് കയറി പതിയെ നടന്നു പോവുകയാണ്. നടന്നു പോയി ഡ്രസ്സിങ് സെക്ഷനിലോട്ട് എത്തി. ആദ്യം നന്ദുട്ടി ഉടുപ്പ് നോക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ കയറി ചെല്ലുന്നത്. എന്തോരം ഉടുപ്പാണെന്നറിയാവോ? ഓണം പ്രമാണിച്ച് ഇഷ്ടം പോലെ കളക്ഷൻസ് വന്നെന്ന് തോന്നുന്നു കേട്ടോ. നോക്കിയാൽ ഉടുപ്പ് തന്നെയാണ് ആ നിരയിൽ. എന്ത് ഭംഗിയുള്ള ഉടുപ്പുകൾ, ഇഷ്ടം പോലെ ഉടുപ്പുകൾ. ഏതെടുക്കുമെന്ന് ആകെ കൺഫ്യൂഷനായി. അപ്പോൾ ഇങ്ങനെ നോക്കി നടക്കും. അവൾക്കാണെങ്കിൽ അത് മതി ഇത് മതി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ പാകമുള്ളത് നോക്കിയിട്ട് കിട്ടിയില്ല. പിന്നെ അവൾക്ക് ആ കളറ്, നമ്മൾ ഉദ്ദേശിച്ച കളറും കിട്ടിയില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. സ്വാഭാവികം, കാരണം എത്ര കട കയറിയാലാണ് നമ്മളൊരു ഡ്രസ്സ് എടുക്കാറുള്ളത്. നമ്മുടെ പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ. അങ്ങനെ അവിടെ നിന്ന് അടുത്ത കടയ്ക്ക് ഒരു വാരി വലിച്ച് ഇഷ്ടംപോലെ ഡ്രസ്സ് ഇട്ട് നല്ല ഭംഗിയുള്ള ഫ്രോക്കുകൾ, നല്ല പല കളറിലുള്ള ഫ്രോക്കുകൾ. അപ്പോൾ നന്ദുട്ടി ഇതിൽ ഏത് ഉടുപ്പ് എടുത്തേ നിങ്ങളൊന്ന് പറയണേ, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഏത് ഉടുപ്പ് എടുത്തത്? ഇഷ്ടംപോലെ ഉടുപ്പുകളുണ്ട്. എല്ലാം ഇങ്ങനെ കാണിച്ചു. നന്ദുട്ടിക്ക് യെല്ലോ കളർ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ യെല്ലോ കളറിൽ ഉടുപ്പ് ഇടിച്ചു. അങ്ങനെ പല കളറിലെ ഉടുപ്പുകളൊക്കെ ഇട്ട് നോക്കി. ഏതാ എടുത്തേ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ തുണി മുറിച്ചെടുക്കുന്നിടത്ത് ചെന്നു. അത് കഴിഞ്ഞ് നമ്മൾ സാരിയുടെ സെക്ഷനിലോട്ട് ചെന്നു. സാരിയുടെ സെക്ഷനിൽ ഇങ്ങനെ നോക്കുകയാണ്. നന്ദുട്ടിയുടെ അമ്മയ്ക്ക് സാരി എടുക്കാനായിട്ടാണ്. സാരി നോക്കിയപ്പോൾ ഇഷ്ടംപോലെ സാരി. ആ മഞ്ഞയും പച്ചയും കോമ്പിനേഷൻ ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ടല്ലോ. അതുകൊണ്ട് അതൊക്കെ വെച്ച് നോക്കിയെങ്കിൽ നമ്മുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് അവർ വെച്ച് തന്നു. അതൊക്കെ വെച്ച് നോക്കി. അടുത്തത് ഒരു റോസും പച്ചയും കളർ സാരി നോക്കി. പിന്നെ ഒരു നേവി ബ്ലൂ കളർ നോക്കി. അങ്ങനെ പല കളറ് സാരികളൊക്കെ നോക്കി ഇങ്ങനെ സന്തോഷത്തോടെ ഒക്കെ വെച്ച് മാറി നോക്കി. പിന്നെ നന്ദുട്ടിയുടെ അച്ഛയ്ക്ക് ഷർട്ട് എടുക്കുന്നതിനായിട്ട് ചെന്നത്. നമ്മളീ പെണ്ണുങ്ങൾക്ക് പെൺപിള്ളേർക്കൊക്കെ ഡ്രസ്സ് എടുക്കുന്ന പോലെയുള്ള താമസം അവർക്കെല്ലാവരും ഷർട്ട് കണ്ടു, അതങ്ങ് എടുത്തു. പിന്നെ കുഞ്ഞുവാവയ്ക്കുള്ള ഡ്രസ്സൊക്കെ നോക്കി അവനും ഒരെണ്ണം അങ്ങ് എടുത്തു. ഒത്തിരി തപ്പാനൊന്നും നിന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ താഴെ വന്ന് ബില്ലിംഗ് സെക്ഷനിൽ വന്നപ്പോഴേക്കും അവിടെ കൂപ്പൺ ഉണ്ട്. ഇപ്പോഴത്തെ ഓണം പ്രമാണിച്ച് അങ്ങനെ ഒരു കൂപ്പൺ പരിപാടിയുണ്ട്. അതൊക്കെ അങ്ങ് നമ്മൾ എഴുതി നമ്മളെ സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ച് അതിൻ്റെ തിട്ട് ദൈവമേ അടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ബില്ലൊക്കെ ചെയ്ത് നമുക്ക് ഡ്രസ്സ് തന്നു. പിന്നെ കടയുടെ വെള്ളിലോട്ട് ഇറങ്ങി. അവിടെ നമ്മൾ ലൈറ്റൊക്കെ ഇങ്ങനെ കടകളിലൊക്കെ ഇട്ടുണ്ട്. അതൊക്കെ കണ്ട് രസിച്ച് ഇങ്ങനെ പോവുകയാണ്. അവിടെ എന്തോ ഫംഗ്ഷൻ എന്തോ നടക്കുകയാണ്. ഓണം പ്രമാണിച്ച് ചന്തകൾ സ്റ്റോളുകളൊക്കെ തുടങ്ങിയില്ല, അതിൻ്റെ ഓണം. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ പതിയെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഈ കുഞ്ഞു വ്ലോഗ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. വീണ്ടും കാണാം. ബൈ ബൈ.